and we are calling it iPhone. Today, Apple is going to reinvent the phone. ഐഫോണിന് 13 വയസ്സ്. 2007 ജൂൺ 29-നാണ് ആദ്യം ഐഫോൺ പുറത്തിറങ്ങിയത്. ആപ്പിളിന്റെ സ്മാർട്ട് ഫോൺ രംഗത്തെ കടന്നുവരവ് ഇന്ന് വരെയുള്ള ലോകത്തിലെ ഫോൺ രീതികളെ അപ്പാടെ മാറ്റി. അന്ന് വരെ നിലനിന്ന സ്മാർട്ട് ഫോൺ രീതികളിൽ നിന്നും മാറി നടന്ന ആപ്പിളിന്റെ ഈ രീതി പിന്നീട് ലോകം ഏറ്റെടുത്തു. ട്രില്യൺ കോടി ഡോളർ കമ്പനി എന്ന രീതിയിലേക്ക് ആപ്പിളിന്റെ വളർച്ചയിൽ നിർണായകമായിരുന്നു ആപ്പിൾ ഐഫോണിന്റെ കടന്നുവരവ്. ആദ്യമായി ആപ്പിൾ ഐഫോൺ ഇറക്കുന്നത് സംബന്ധിച്ച് ആപ്പിൾ പ്രസ്താവന ഇറക്കിയത് 2007 ജനുവരി 9 നടന്ന മാക്സ് വേർഡ് കോൺഫറൻസിലാണ്. അന്ന് തന്നെ ഫോൺ ഈ വർഷം ജൂൺ 29 പുറത്തിറങ്ങുമെന്ന് ആപ്പിൾ തലവനായിരുന്ന സ്റ്റീവ് ജോബ്സ് അറിയിച്ചു. ഒരു ഐഫോൺ മോഡലും അന്ന് മാക്സ് കോൺഫറൻസിൽ പ്രദർശിപ്പിച്ചു. ആ വർഷം ജൂണിൽ നടന്ന ഔദ്യോഗിക പുറത്തിറക്കൽ ചടങ്ങിന്റെ ഭാഗമായി ഐഫോൺ പുറത്തിറങ്ങുന്നതുമായി ബന്ധപ്പെട്ട ആദ്യത്തെ പരസ്യം വന്നത് അമേരിക്കയിലെ എംബസി ടെലിവിഷനിലായിരുന്നു. അത് ആ വർഷത്തെ ഓസ്കാർ അവാർഡ് വിതരണത്തിന്റെ തത്സമയ പ്രക്ഷേപണത്തിനിടെ ഹലോ എന്നായിരിക്കും ഈ പരസ്യത്തിലെ വാചകം. Hello. Hello. Yo. Hello. Hello. ഐഫോൺ എന്ന പേര് കിട്ടാൻ ഇതിന്റെ ഡൊമെയിൻ iphone.com കയ്യിലുണ്ടായിരുന്ന മൈക്കിൾ കൊവാച്ച് എന്ന വ്യക്തിക്ക് $1,00,000 ആപ്പിൾ നൽകിയത്. ഈ ഡൊമെയിൻ 1995 മുതൽ ഇയാൾ കയ്യിൽ വെച്ചിരിക്കുകയായിരുന്നു. പിന്നീട് വലിയ ട്രസ്റ്റുകൾക്കും ട്രെയിലുകൾക്കും ശേഷം ആദ്യത്തെ ഐഫോൺ 2007 ജൂൺ അവസാനം ഔദ്യോഗികമായി അവതരിപ്പിക്കപ്പെട്ടു. ആദ്യത്തെ ഐഫോൺ തുടക്കത്തിൽ USA, UK, ജർമ്മനി, നോർവേ, സ്വീഡൻ, ഫിൻലാൻഡ്, ഫ്രാൻസ്, സ്പെയിൻ, ഇറ്റലി, ദക്ഷിണാഫ്രിക്ക എന്നിവിടങ്ങളിലാണ് ലഭ്യമായത്. ആപ്പിൾ പുതിയ ഐഫോൺ ഇറക്കുന്നതിന് മുമ്പ് തന്നെ തേർഡ് പാർട്ടി ആപ്പുകൾക്ക് ഐഫോണിൽ സഫാരി എഞ്ചിൻ വഴി ആക്സസ് ചെയ്യാൻ അറിയിച്ചിരുന്നു. ഇത് പ്രകാരം തേർഡ് പാർട്ടി ആപ്പുകൾ വെബ് 2.0 ആപ്പുകൾക്കും യൂസർക്ക് ഇന്റർനെറ്റ് വഴി ഉപയോഗിക്കാൻ സാധിക്കും. എല്ലാ ആപ്പുകളായ ഇന്നത്തെ അവസ്ഥയുടെ തുടക്കം തന്നെ ഇത്തരത്തിലായിരുന്നു. ഐട്യൂൺസിന്റെ പുതിയ പതിപ്പടക്കം അവതരിപ്പിച്ചാണ് അന്ന് ആദ്യത്തെ ഐഫോൺ അവതരണം ആപ്പിൾ അവതരിപ്പിച്ചത്. ടെക് ലോകത്തെ നാഴികക്കല്ലായിരുന്ന ആദ്യത്തെ ഐഫോൺ അവതരണം. ആപ്പിൾ ജീവനക്കാർക്ക് ആ വർഷം ജൂലൈ മാസത്തോടെ 1 വർഷത്തേക്ക് സൗജന്യമായി ആപ്പിൾ ഐഫോൺ വിതരണം ചെയ്തിരുന്നു. 4GB, 8GB ഇന്റേണൽ മെമ്മറി പതിപ്പിലാണ് ഐഫോൺ ആദ്യം എത്തിയത്. ഇവയുടെ വില യഥാക്രമം 37,737 രൂപയും 45,300 രൂപ എന്നിങ്ങനെയായിരുന്നു. ഇതേസമയം ആദ്യത്തെ ഐഫോണിൽ iPhone 2G എന്നും ടെക് ലോകം വിളിക്കാറുണ്ട്. പക്ഷേ ഔദ്യോഗികമായി ആപ്പിൾ ഈ പേര് ഉപയോഗിക്കാറില്ല. ആദ്യഘട്ടത്തിൽ അമേരിക്കയിലും ചില രാജ്യങ്ങളിലും ക്രെഡിറ്റ് കാർഡ് ഉപയോഗിച്ച് മാത്രമേ ഐഫോൺ വാങ്ങുവാൻ സാധിക്കുമായിരുന്നുള്ളൂ. ഐഡന്റിറ്റി വെളിപ്പെടുത്താതെ ഐഫോൺ വാങ്ങുവാനുള്ള ശ്രമം തടയുന്നതിന്റെ ഭാഗമായിരുന്നു ഇത്. ആദ്യ ഐഫോൺ 2008 ജൂലൈ 11 ആപ്പിൾ വിതരണം നടത്തി. തുടർന്നും 35 മാസങ്ങൾ ആപ്പിൾ ഇതിന് സാങ്കേതിക പിന്തുണ നൽകിയിരുന്നു. ഇത് GPRS-നൊപ്പം സെല്ലുലാർ കണക്ടിവിറ്റി ഡേറ്റ കൈമാറ്റത്തിനുള്ള എഡ്ജ് പിന്തുണയും നൽകി ആദ്യകാല ഫോണുകളിൽ ഒന്നായിരുന്നു.